ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫ്രണ്ടിൽ കൊടുക്കാൻ പറ്റും, അതുപോലെ തന്നെ താഴ്ഭാഗത്ത് കൊടുക്കാൻ പറ്റും, പിന്നെ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇനി വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോഴായിരിക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും കറക്റ്റ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു മെറ്റീരിയലിലാണ് ഞാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. വെറുതെ ഫ്രീ ഹാൻഡ് വെച്ചിട്ട് വരച്ചതാണ്. അപ്പോൾ അതിന് ഈ ഒരു നൂലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ എംബ്രോയ്ഡറിയുടെ സൂചിയും വേണം. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഗോൾഡൻ ബീഡ്സ്. ഇതൊരു മീഡിയം സൈസ് ബീഡ്സാണ്. പിന്നെ ഷുഗർ ബീഡ്സ് വേണം, ഗോൾഡൻ കളറ്. അത് കഴിഞ്ഞ് ഈ ബീഡ്സൊക്കെ നമ്മൾ തുന്നി കൊടുക്കുന്നത് നോർമൽ സ്യൂയിങ് ത്രെഡും നീഡിലൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നീഡിൽ എടുക്കുമ്പോൾ നമ്മുടെ ബീഡ്സ് കോർക്കാൻ പറ്റിയിട്ടുള്ള നീഡിലായിരിക്കണം എന്നേ ഉള്ളൂ, ചെറിയ സൈസിലുള്ളത്. അപ്പോൾ ഇനി നോക്കാം നമുക്ക് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ആദ്യം ക്ലോത്ത് ഒരു ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു നൂലാണ് എടുത്തിട്ടുള്ളത്. അത് 2 ഇഴകളാണ് എടുത്തിട്ടുള്ളത്. കട്ടിയുള്ള നൂലാണ്. അപ്പം നമുക്ക് 2 എണ്ണം മതിയാവും. ഇനി ഈ ഒരു ഡിസൈൻ്റെ നടുക്കുള്ള ആ ഒരു ലൈന് ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. റണ്ണിങ് സ്റ്റിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നോർമൽ സ്റ്റിച്ച് ജസ്റ്റ് ഒരു ചെറിയ ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് കൊടുത്താൽ മതി. അടുത്ത സ്റ്റിച്ചിലേക്ക് പോവാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്കൊരു 2-3 സ്റ്റിച്ച് ഒന്നിച്ചെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ് ഈ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ നടുക്കുള്ള ആ ഒരു ലൈന് റണ്ണിങ് സ്റ്റിച്ച് വെച്ച് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ കൊടുത്ത ആ ഓരോ സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സൂചി ഇങ്ങനെ കടത്തിയിട്ട് ഒരു പിരിച്ചെടുത്ത രൂപത്തിലാക്കാൻ പോവുകയാണ്. സ്റ്റെമ്മിൻ്റെ പോലെ തന്നെ പിരിച്ചെടുത്ത രൂപത്തിൽ ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെയാണ് കൊണ്ട് എൻഡ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഒന്ന് കുത്തിയെടുത്തിട്ട് ഇനി നമ്മൾ തുണിയിൽ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു നൂലെടുത്തിട്ട് നമ്മൾ മുൻപ് കൊടുത്ത സ്റ്റിച്ചിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വലിച്ചെടുക്കാൻ പോവാണ്. കണ്ടോ? ഇങ്ങനെ എടുത്തിട്ട് തൊട്ടപ്പുറത്തുള്ള ആ ഒരു സ്റ്റിച്ചിൻ്റെ അടിയിലൂടെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു സൂചിയുടെ ബാക്ക് സൈഡ് വെച്ചിട്ട് തുന്നിയെടുക്കുന്നതാവും നല്ലത്. ഇങ്ങനെ ഓരോ സ്റ്റിച്ചിൻ്റെയും അടിയിൽ കൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് എടുക്കുക. അപ്പോൾ അതൊരു പിരിഞ്ഞിരിക്കുന്ന രൂപത്തിൽ നമുക്ക് കിട്ടും. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു സ്റ്റിച്ച് മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഒരു റൗണ്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ ചെയ്ത അതേ സ്റ്റെപ്പ് നമ്മൾ വീണ്ടും താഴെ നിന്ന് മേലേക്ക് തന്നെ തിരിച്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെച്ച ഫ്രെയിം നമ്മൾ നേരെ തിരിച്ച് പിടിച്ചിട്ട് ചെയ്ത അതേ പ്രോസസ്സ് ഒന്നുകൂടെ ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത ആ ഒരു ലൈനിന് കുറച്ചുകൂടെ കട്ടി തോന്നിക്കും. അതിന് തൊട്ട് മുമ്പത്തെ ആ ഒരു സ്റ്റിച്ചിലേക്ക് ഇതേപോലെ കോർത്തെടുക്കുക. അത് വീണ്ടും ഒന്നുകൂടെ നല്ല തിക്കായിട്ടിരുന്നോളും. ഇതിലൊക്കെ നമ്മൾ ആദ്യം കൊടുത്ത ആ ഒരു സ്റ്റിച്ച് മാത്രമേ തുണിയിൽ വീഴുന്നുള്ളൂ, ബാക്കിയെല്ലാം അതിൻ്റെ പുറമെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് മുഴുവനാക്കി എടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഡിസൈനിൽ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിസൈൻ ചെയ്യാനായിട്ട് നല്ല ഈസിയാണ്, എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ 3 തവണ നമ്മൾ സ്റ്റിച്ച് കൊടുത്തപ്പോൾ നല്ല തിക്കായിട്ട് ആ ഒരു ലൈന് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ആ തുണിയിൽ സ്റ്റിച്ച് ചെയ്ത ഒരു റണ്ണിങ് സ്റ്റിച്ചിൻ്റെ തുന്നൽ മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. കണ്ടോ, അവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തതിൻ്റെ ആ ഒരു തുന്നൽ മാത്രമേ അതിൽ വീണിട്ടുള്ളൂ. പിന്നെ നമ്മളിതിൻ്റെ ഈ സൈഡിലുള്ള ഇങ്ങനെ ബ്രാഞ്ച് പോലെ വരച്ചതിലൊക്കെ ഇതേപോലത്തെ തുന്നൽ തന്നെ കൊടുക്കുകയാണ്. വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ 3 തവണ സ്റ്റിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പകരം ഇതിൽ അത്രയ്ക്ക് കട്ടി ഇല്ലാതെ ഒരു 2 തവണ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് മുഴുവനായിട്ട് അതിൽ കൊടുക്കും, എന്നിട്ട് അവിടുന്ന് നേരെ മേലേന്ന് താഴേക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടി നൂല് കോർത്തെടുക്കുക. അത്രയേ ഉള്ളൂ, മൂന്നാമത് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പം ഇങ്ങനെയാകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഈ ഒരു ഭാഗത്തേക്കുള്ളൊരു ബ്രാഞ്ച് തുന്നിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഓരോ ബ്രാഞ്ചസിലും നേരത്തെ കാണിച്ച ആ ഗോൾഡൻ ബീഡ്സ് ഒക്കെ ഇല്ലേ, അത് തുന്നി കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നോർമൽ സൂചി നൂലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ സൂചി എടുക്കുമ്പോൾ നമ്മൾ ചെറിയ ബീഡ്സ് പോലും തുന്നാൻ പറ്റിയിട്ടുള്ള നീഡിലെടുക്കണം. ഇതിൻ്റെ അത് ഏറ്റവും അറ്റത്തായിട്ട് ബീഡ് തുന്നി കൊടുക്കുക. ഞാൻ ഒരു ഷുഗർ ബീഡ്, പിന്നെ ഗോൾഡൻ ബീഡ്, അത് കഴിഞ്ഞ് വീണ്ടും ഷുഗർ ബീഡ്, ആ ഒരു ലൈനിലാണ് എടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇപ്പോൾ ആ തുന്നിയതിൻ്റെ 2 സൈഡിലായിട്ടും ഇതേപോലെ ബീഡ്സുകൾ നമുക്ക് എത്ര വേണോ അത്രയും കൊടുക്കുക. നിറഞ്ഞു നിൽക്കുന്നത് പോലെ തോന്നണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ബീഡ്സ് കൊടുക്കാം. അതല്ല നമുക്ക് കുറച്ച് ഗ്യാപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ബീഡ്സും അതേപോലെ നമുക്ക് കൊടുക്കാൻ മതി. ഇനി ഒരു വെറൈറ്റിക്ക് വേണ്ടി വേറെ കളേഴ്സ് ബീഡ്സ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയാവാം.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഡിസൈനിൽ. സ്റ്റെമ്മ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തു. പിന്നെ നേരെ അതിൻ്റെ ഉള്ളിൽ കൂടി നൂല് കടത്തി വിട്ടിട്ടാണ് ബാക്കിയുള്ളതെല്ലാം ചെയ്തത്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ അതിൽ തുന്നലായിട്ട് വരുന്നത്. പിന്നെ കൊടുക്കുന്നത് ഇങ്ങനെ ബീഡ്സ് ആണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണിത്. അതേപോലെ സാരിക്കൊക്കെ നമുക്ക് ബോർഡറായിട്ടും അതുപോലെ സാരിയുടെ പല്ലുവിലൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈന് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഡിസൈന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ ബ്രാഞ്ചസും ചെയ്തിട്ട് ബീഡ്സൊക്കെ മുഴുവനായിട്ട് വെച്ച് കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ കംപ്ലീറ്റഡ് ലുക്ക് എങ്ങനെയുണ്ടെന്നൊന്നും കൂടെ നോക്കാം. ഇതാണ് നമ്മുടെ ഡിസൈൻ്റെ കംപ്ലീറ്റഡ് ലുക്ക്. നിറയെ ബ്രാഞ്ചസും അതുപോലെ തന്നെ ബീഡ്സൊക്കെ വെച്ച് കൊടുത്തപ്പോൾ നല്ലൊരു എലഗൻ്റ് ലുക്ക് തോന്നിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഈ ഒരു ഗ്രീൻ കളർ അല്ലെങ്കിൽ ഗോൾഡൻ കളർ ഷോളും ബോട്ടം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. എല്ലാ ടൈപ്പ് ഡ്രസ്സിലും ഈ ഒരു ഡിസൈൻ ചേരും. ഗൗണിൽ നമുക്കതേപോലെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വലിയ റിസ്ക് ഒന്നുമില്ല. ഇതിലെ എല്ലാ സ്റ്റെപ്പുകളും ഈസിയാണ്. സ്റ്റെം സ്റ്റിച്ച് മാത്രമേ ഉള്ളൂ തുണിയിൽ വരുന്നത്. ബാക്കിയെല്ലാം അതിൻ്റെ പുറമെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. താങ്ക്